പൂനെയിൽ കോരേഗാവ് യുദ്ധവാർഷികത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ദളിത് യുവാവ് മരിച്ച സംഭവമാണ് സംസ്ഥാനത്ത് പ്രതിഷേധ കൊടുങ്കാറ്റുയർത്തിയത്. ബന്ദിൽ മുംബൈയിൽ പലയിടങ്ങളിലും ലോക്കൽ ട്രെയിനുകൾ തടഞ്ഞ അക്രമികൾ ഡോംബിവിലി, താനെ, ബോറിവിലി, വിരാർ തുടങ്ങിയ സ്റ്റേഷനുകളിൽ അഴിഞ്ഞാടി. റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തിയ സമരക്കാർ വാഹനങ്ങൾക്ക് കല്ലെറിഞ്ഞു. ചന്ദ്രപൂരിൽ BJP MLAയുടെ വീട് അടിച്ചു തകർത്തു. പൂനെ, ഔറംഗാബാദ്, താനെ, നാസിക്, സത്താറ എന്നിവിടങ്ങളിലും പരക്കെ അക്രമമുണ്ടായി. രാവിലെ ഏറെക്കുറെ സമാധാനപരമായി തുടങ്ങിയ ബന്ദ് ഉച്ചയോടെ കലാപസമാനമാവുകയായിരുന്നു. ഇതോടെ മുംബൈ നഗരത്തിലുൾപ്പെടെ റോഡ് ഗതാഗതം പൂർണ്ണമായും നിശ്ചലമായി. മുംബൈ മെട്രോ ട്രെയിൻ ഗതാഗതവും ഭാഗികമായി തടസ്സപ്പെട്ടു. കാര്യങ്ങൾ കൈവിട്ടതോടെ ബന്ദ് പിൻവലിക്കുന്നതായി ദളിത് നേതാവ് പ്രകാശ് അംബേദ്കർ പ്രഖ്യാപിക്കുകയായിരുന്നു. മറാത്ത ദളിത് സമുദായങ്ങൾക്കിടയിൽ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കലാപം നിയന്ത്രിക്കാൻ പ്രത്യേക പരിശീലനം നേടിയ സേനയെ മേഖലയിലുടനീളം വിന്യസിച്ചിട്ടുണ്ട്. ജയപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, മുംബൈ.